ഫസ്റ്റ് വരുമ്പോൾ നീറ്റ് എക്സാം എന്നെ കൊണ്ട് പറ്റിയ ഒരു എക്സാം ആണോ എന്ന് പോലും ഡൗട്ടുള്ള പല ആൾക്കാരും ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി റെഡിയാണ്. പല ആൾക്കാരും പറയാറുണ്ട്, സാർ അന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അന്ന് വന്നപ്പോൾ തന്ന ഇൻസ്ട്രക്ഷൻ ഞാനിപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്. മെൻറ്റർഷിപ്പ് ചെയ്ത കുട്ടികളെ നമ്മളെ ജൂനിയേഴ്സായിട്ട് കോളേജിൽ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്നതിൻ്റെ അത്ര ഒരു അത് നമ്മളിപ്പം ഫസ്റ്റ് വിസിറ്റിൽ കാണുമ്പോഴും ലാസ്റ്റ് ടുവേർഡ്സ് ദ എൻഡിൽ കാണുമ്പോഴും അവരുടെ കോൺഫിഡൻസിലുള്ളൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ പല രീതിയിൽ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. അവർ മെൻറ്റേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നുണ്ട്, കുറേ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വരുമ്പോൾ നീറ്റ് എക്സാം എന്നെ കൊണ്ട് പറ്റിയ ഒരു എക്സാം ആണോ എന്ന് പോലും ഡൗട്ടുള്ള പല ആൾക്കാരും ഇപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി റെഡിയാണ്. അവർ നല്ലൊരു റാങ്ക് മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ് ഒരു മെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ സമയത്തൊരു പോയിൻ്റായിട്ട് കാണാൻ പറ്റുന്നത് മെയിനായിട്ടുള്ള കാര്യം. കാര്യമായിട്ട് എനിക്ക് കൂടുതൽ ഇൻട്രാക്ഷൻസ് വരാറുള്ളത് ഇപ്പം വിസിറ്റിന് വരുന്ന സമയത്തൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, സാർ അന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അന്ന് വന്നപ്പോൾ തന്ന ഇൻസ്ട്രക്ഷൻ ഞാനിപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്, അപ്പോൾ അത് നല്ലതായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള ഫീഡ്ബാക്സ് കിട്ടാറുണ്ട്. അതൊരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട് പല സമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം 3 years ആയി. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും കിട്ടാറുള്ളത് നമ്മൾ മെൻറ്റർഷിപ്പ് ചെയ്ത കുട്ടികളെ നമ്മളെ ജൂനിയേഴ്സായിട്ട് കോളേജിൽ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കിട്ടുന്നതിൻ്റെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നുമില്ലല്ലോ.